കാസർഗോഡ് കൊളത്തൂർ നെടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഫെബ്രുവരി 23-നും ഇവിടെ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, റബ്ബർ തോട്ടത്തിലെ കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങുന്ന ഒരു സാഹചര്യം നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത്? അതെ ശ്രീജ, നെടുവോട്ട് ജനാർദ്ദന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് ഫെബ്രുവരി 23-ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. അതായത് ഈ പ്രദേശത്ത് 4ഓളം പുലികളുടെ സാന്നിധ്യമുണ്ട്. അത് നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയാണ്. അതിൽ രണ്ടാമത്തെ പുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 5-ാം തീയതി ഇവിടെ തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ ഒരു പുലിയെ കണ്ടെത്തുകയും പിന്നീട് മയക്കുവെടി വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തോതിൽ പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു. അത്തരത്തിൽ ഉള്ളൊരു സ്ഥലമാണ്. ഈ ഫെബ്രുവരി 23-ന് കുടുങ്ങിയ പുലിയെ 5 വയസ്സ് പ്രായമായ പുലിയായിരുന്നു അന്ന് കൂട്ടിൽ കുടുങ്ങിയിരുന്നത്. ആ പുലിയെ മുള്ളേരിക്ക് സമീപത്തെ വനത്തിനകത്ത് തുറന്നു വിട്ടതും വലിയ പ്രതിഷേധമായിരുന്നു, വാർത്തയായിരുന്നു. അത്തരത്തിൽ 2 പുലികളാണ് ഇപ്പോൾ കൊളത്തൂരിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. ഇനിയും 2 പുലികൾ ഈ ഭാഗത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുന്നത്. ജനവാസ കേന്ദ്രമാണ്, 700ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുള്ള ഒരു പ്രദേശമാണ്. അത്തരത്തിലൊരു പ്രദേശത്താണ് ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.